ബ്രസീൽ സ്ക്വാഡ് അനലൈസിംഗിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. നമുക്കറിയാം ഡിഫൻസീവ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും വലിയ ബ്രസീലിന്റെ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ രണ്ട് സെന്റർ ബാക്സ് തന്നെയാണ്, മാർക്കിനസ് ആൻഡ് ഗബ്രിയേൽ. 22 വർഷങ്ങളുടെ ആർസണലിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടതിൽ ആർസണലിന്റെ ടീമിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു താരം തന്നെയായിരുന്നു ഗബ്രിയേൽ. സോ ഗബ്രിയേലും മാർക്കിനസും ചേർന്ന് ഒരു ഉഗ്രൻ സെന്റർ ബാക്ക് ഓപ്ഷൻ അവിടെ ബ്രസീലിന് അവൈലബിൾ ആണ്. എവിടെയാണ് ബ്രസീൽ സ്ക്വാഡിന്റെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അഭിപ്രായപ്പെടുക രണ്ട് ഫുൾ ബാക്സ് തന്നെയാണ്. കാരണം മോഡേൺ ഫുട്ബോളിൽ ഫ്ലാങ്സിലൂടെയുള്ള വളരെ പേസ് ആയിട്ടുള്ള അറ്റാക്കുകളും അതോടൊപ്പം അതിനെ പ്രതിരോധിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഫുൾ ബാക്സ് ആണ് ആവശ്യം. അൺഫോർച്ചുനേറ്റ്ലി ബ്രസീലിന്റെ ലെഫ്റ്റ് ഫുൾ ബാക്കിലേക്ക് നോക്കിയാൽ അലക്സാൻഡ്രോ ആൻഡ് ഡഗ്ലസ് സാന്റോസ്, ഈ രണ്ട് താരങ്ങളും 30+ ഏജ് ആണ്. അവരെ സംബന്ധിച്ച് ഓവർലാപ്പിംഗ് അറ്റാക്കുകൾ നിർമ്മിച്ചെടുക്കാനോ വളരെ വേഗതയിൽ വരുന്ന ആധുനിക ഫുൾ ബാക്സിനെതിരെ ഡിഫൻസ് ശക്തിപ്പെടുത്താനോ ശരിക്കും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വലിയ വസ്തുത. വിനീഷ്യസ് ജൂനിയർ ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യുന്നത് ഒരു ശീലമുള്ള താരമാണ്. സോ അങ്ങനെ വിനീഷ്യസ് ജൂനിയർ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഓവർലാപ്പിംഗ് സപ്പോർട്ട് വേണം. അലക്സാൻഡ്രോയിലും ഡഗ്ലസ് സാന്റോസിലും ആ ഒരു ക്വാളിറ്റി കാണാൻ കഴിഞ്ഞിട്ടില്ല. മറുഭാഗത്തിന് റൈറ്റ് വിംഗിലേക്ക് വന്നാൽ റാഫിനിയോ സംബന്ധിച്ചും അത്തരത്തിൽ ഒരു ഓവർലാപ്പിംഗ് സപ്പോർട്ട് വേണം. പക്ഷെ ഡാനിലോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ടോ തേർഡ് സെന്റർ ബാക്ക് ആയിട്ടോ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു താരമാണ്. സീറോ ഓവർലാപ്പിംഗ് സപ്പോർട്ട് ആയിരിക്കും അതുകൊണ്ട് റാഫിനിയോയ്ക്ക് അവിടെ ലഭിക്കുക. നല്ല ഓപ്ഷൻ റൈറ്റ് ഫുൾ ബാക്കിൽ ബ്രസീലിന് അവൈലബിൾ ആണ്. അത് വെസ്ലി ആണ്. വളരെ യങ് ആണ്, പേസ് ഉള്ള താരമാണ്. അദ്ദേഹത്തിനെ ഫസ്റ്റ് 11 ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായും ഡ്രോപ്പ് ഇൻ ദ കമന്റ് ബോക്സ്. താങ്ക് യു.